അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ഈ ചോദ്യം എല്ലാവരോടും അല്ല, ചില ആളുകളോട് മാത്രമാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില ആളുകളുടെ പെട്ടെന്നുള്ള വളർച്ചയിൽ നിങ്ങൾക്ക് അവരോട് അസൂയ തോന്നിയിട്ടുണ്ടോ? അവരുടെ ആ വളർച്ചയൊന്ന് നിലച്ചു പോയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യുന്ന വലിയൊരു പാപമുണ്ട്. ചില ആളുകൾ ഇതിൽ നിന്ന് ഊരിത്തിരിഞ്ഞ് അവരുടെ നാശം കാണുന്നതിന് വേണ്ടി സിഹറ് ചെയ്യുന്ന, മാരണപ്പണി ചെയ്യുന്ന ഒരു തരത്തിലേക്ക് വരെ എത്തുന്നുണ്ട്. എന്തുമാത്രം അക്രമമാണ് ഈ മാരണം എന്നുള്ളത് നിങ്ങൾക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സിഹറ് ചെയ്തവനും സിഹറ് ചെയ്യാൻ വേണ്ടി ഒത്താശ ചെയ്തവനും നാളെ മഹ്ശറിലേക്ക് കടന്നു വരുമ്പോൾ ഒരു നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പരിഗണിക്കില്ല. ചെയ്തു പോയെങ്കിൽ ഇപ്പോൾ തന്നെ ഖേദിച്ചു മടങ്ങണം. സ്വന്തം സഹോദരന്റെ പതനം കാണാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സംഗതി, അതൊരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. കേവലം 40 ദിവസത്തിന്റെ ആയുസ് മാത്രമാണ് ഈ സിഹറിനുള്ളത്. പക്ഷേ ഈ 40 ദിവസം കൊണ്ട് ഈ മനുഷ്യൻ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോകും. ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ ബന്ധപ്പെടുന്നത് സ്ത്രീകളാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു പ്രഖ്യാപനമുണ്ട്, വമിൻ ശർരിൻ നഫ്ഫാസാത്തി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളെ തൊട്ടും നിങ്ങൾ കാവലിനെ ചോദിക്കണം. കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ സിഹർ ചെയ്യുന്ന പെണ്ണുങ്ങളെ എന്നാണ് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. സിഹർ, മാരണപ്പണി, അത് മറ്റൊരുത്തന്റെ നിഅമത്ത് നീങ്ങിപ്പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ ആഗ്രഹമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്.